നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ക്ലബ്ബുകളുടെ ഓണർമാരാവുക. സൂപ്പർ താരങ്ങളാണ് അങ്ങനെ ക്ലബ്ബുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. പുതിയ ക്ലബ്ബുകൾ തുടങ്ങിയവരുമുണ്ട്. അപ്പോൾ ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ചേർന്നുകൊണ്ട് ഡിപ്പോർട്ടിവോ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഉറുഗ്വായിലെ 4th ഡിവിഷൻ ലീഗിലൂടെയാണ് ആ ടീം കളിച്ച് മുന്നോട്ടേക്ക് വരിക. അപ്പോൾ മെസ്സി, സുവാരസ് എന്നിവർ മാത്രമല്ല, നിലവിൽ കളിക്കുന്ന മറ്റ് പല വമ്പന്മാർക്കും ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അവർക്ക് ഷെയറുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വിനി ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയർ ഒരു പോർച്ചുഗീസ് ക്ലബ്ബിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോർച്ചുഗലിലെ 2nd ലീഗിൽ കളിക്കുന്ന FC അൽവെർക്കയിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് അന്ന് തന്നെ വലിയ രൂപത്തിൽ വാർത്തയായിരുന്ന കാര്യമാണ്. ഏതായാലും 1939 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിലാണ് ഇപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ഷെയർ എടുത്തിട്ടുണ്ട്. കിലിൻ എംബാപ്പെ, മറ്റൊരു റയൽ മാഡ്രിഡ് മുന്നേറ്റ നിര താരം, ഫ്രഞ്ച് താരം കിലിൻ എംബാപ്പെ. SM കെയ്ൻ എന്ന് പറയുന്ന ക്ലബ്ബ് നോർമാൻഡിയിലുള്ളൊരു ക്ലബ്ബാണ്. ആ ക്ലബിനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ വലിയ രൂപത്തിലുള്ള റിച്ച് ഹിസ്റ്ററിയുള്ളൊരു ക്ലബ്ബാണ്. അതിൻ്റെ സ്പോർട്സ് സെൻറ്റർ ആരംഭിക്കുന്നത് 1897 അപ്പോൾ നീണ്ട കാലത്തെ പ്രവർത്തനമൊക്കെയുള്ളൊരു ക്ലബ്ബിലാണ് കിലിൻ എംബാപ്പയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. എൻഗോളോ കാണ്ടെ, അൽ ഇത്തിഹാദിൻ്റെ മിഡ്ഫീൽഡർ എൻഗോളോ കാണ്ടെ റോയൽ എക്സെൽസിയർ വിട്രോൺ എന്ന് പറയുന്ന ഒരു ബെൽജിയം ക്ലബ്ബിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1913 ഏതായാലും ക്ലബ്ബിൽ എൻഗോളോ കാണ്ടയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ച്, റയൽ മാഡ്രിഡ് ലെജൻഡ് ലൂക്ക മോഡ്രിച്ച്, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു സ്റ്റേക്ക് ബട്ട് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേക്ക് സ്വാൻസി സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇംഗ്ലീഷ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെയാണ് ഹെക്ടർ ബെല്ലറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ഫോറസ്റ്റ് ഗ്രീൻ റോവേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ക്ലബ്ബ് ഈ പറയുന്ന പോലെ എൻവയോൺമെൻറ്റൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ തന്നെ പല ക്ലബ്ബുകളുടെയും ഉടമസ്ഥരാകുന്നു. പിന്നെ പഴയ താരങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പേരെ നമുക്ക് പറയാൻ പറ്റും. റൊണാൾഡോ നസാരിയോ ഒക്കെ ബ്രസീൽ ക്ലബ്ബ് ക്രുസൈറോയെ വാങ്ങിയിരുന്നു. പിന്നെ അതിന് പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ സ്പാനിഷ് ലീഗിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടീം മികച്ച രൂപത്തിലേക്ക് ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും ഇപ്പോഴും കളി തുടരുന്ന താരങ്ങൾ ഓൾറെഡി ക്ലബ്ബുകളുടെ മുതലാളിമാരാവുക. സംതിങ് ഇൻട്രസ്റ്റിംഗ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.